ഫൈൻ എമൗണ്ടുകൾ കുത്തനെ വർദ്ധിപ്പിച്ച് അബുദാബി എമിറേറ്റ്. പലരും അത്ര ഗൗരവമായി എടുക്കാത്ത ചില നിയമലംഘനങ്ങൾക്കാണ് ഇപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് 4000 ദിർഹം വരെ ഫൈൻ ഈടാക്കാൻ അബുദാബി എമിറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് സൂചിപ്പിക്കുന്നു. ഒന്നാമത്തേത്, മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ മുൻപ് പറഞ്ഞതുപോലെ അതിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് 4000 ദിർഹംസ് വരെയാണ് പിഴ ഈടാക്കുക. നമ്മൾ ഈ വേസ്റ്റ് പ്രോഡക്റ്റ് എന്ന് ജനറലായിട്ട് പറയുകയല്ല, അതിൻ്റെ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചാണ് ഫൈൻ തുക വരുന്നത്. ഇപ്പോൾ സിഗരറ്റ് കുറ്റി അലക്ഷ്യമായി വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് പ്രോപ്പറായിട്ട് ആ ചവറ്റുകുട്ടയിലല്ലാതെ അതിൻ്റെ പരിസരത്തോ മറ്റോ നിക്ഷേപിക്കുകയാണെങ്കിൽ ആദ്യം 500 ദിർഹംസ് ആയിരിക്കും ഫൈൻ. ഇത് ആവർത്തിച്ചാൽ 1000 ദിർഹംസും, മൂന്നാമതും ആവർത്തിക്കുകയാണെങ്കിൽ 2000 ദിർഹംസുമാണ് ഫൈൻ ഈടാക്കുക. ഇനി ഈ പറഞ്ഞ വിഭാഗത്തിലല്ലാത്ത മറ്റ് ജനറൽ വേസ്റ്റ് കൃത്യമായി ഡിസ്പോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ 1000 ദിർഹംസും, അത് ആവർത്തിച്ചാൽ 2000 ദിർഹംസും, ഇതേ കാര്യം മൂന്നാമതും ആവർത്തിച്ചു കഴിഞ്ഞാൽ 4000 ദിർഹംസുമായിരിക്കും ഫൈൻ കൊടുക്കേണ്ടി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 2024 ദേശീയ ദിനത്തിൻ്റെ ഭാഗമായി ഈ സ്പ്രേ പെയിൻറ്റും മറ്റും അലക്ഷ്യമായി പലരും ഈ ചുമരുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലുമൊക്കെ പെയിൻറ്റ് ചെയ്യുകയും അങ്ങനെ അത് വൃത്തികേടാക്കുകയും ഒക്കെ ചെയ്തതിനെതിരെ കൊണ്ടുവന്നൊരു നിയമമാണ് ഇത്. ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാം. റോഡിനെ ഫേസ് ചെയ്ത് ജനാലകളിലോ അല്ലെങ്കിൽ ബാൽക്കണികളിലോ ഒക്കെ തുണി ആറിയിടുന്നതിനും ഫൈനുണ്ട്. അത് 500 ദിർഹംസാണ് ആദ്യം. ഇത് ആവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ 1000 ദിർഹംസ് ഈടാക്കും. തുടരുകയാണെങ്കിൽ 2000 ദിർഹംസ് ഫൈൻ കൊടുക്കേണ്ടി വരും. മറ്റൊന്ന്, പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ UAE-ലേക്കൊക്കെ ആദ്യമായിട്ടൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ കൗതുകം കൊണ്ട് ഈ വിൻ്റർ സീസണിൽ പൊതുസ്ഥലങ്ങളിൽ വെച്ചിരിക്കുന്ന നട്ടുപിടിപ്പിച്ചിട്ടുള്ള ചെടികളോ പൂക്കളോ ഒക്കെ ഒന്ന് പറിച്ചെടുക്കാൻ ശ്രമിച്ചേക്കാം. ഇത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആദ്യം 500 ദിർഹംസും, തെറ്റാവർത്തിച്ചാൽ 1000 ദിർഹംസും, പിന്നീട് ആവർത്തിച്ചാൽ 2000 ദിർഹംസും ഫൈൻ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈന്തപ്പനയോല അനുവാദമൊന്നും കൂടാതെ പറിക്കുകയാണെങ്കിലും ഇതേ ഫൈനായിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. ഇനി 4000 ദിർഹം ഫൈൻ വരുന്ന മറ്റൊരു സാഹചര്യം വന്നിരിക്കുന്നത്, ഉച്ചഭാഷിണികളോ അല്ലെങ്കിൽ ആംപ്ലിഫയേഴ്സോ ലേസറുകളോ ഒക്കെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അനുവാദമൊന്നും കൂടാതെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ആദ്യം 1000 ദിർഹംസും, ആവർത്തിക്കുന്ന പക്ഷം 2000 ദിർഹംസും, വീണ്ടും ആവർത്തിച്ചാൽ 4000 ദിർഹംസുമാണ് ഫൈൻ കൊടുക്കേണ്ടി വരിക. UAE-ൽ താമസിക്കുന്ന നിങ്ങളുടെ കയ്യിൽ 500 ദിർഹംസിൻ്റെ പുതിയ നോട്ടുണ്ടെങ്കിൽ അതൊന്നുകൂടി ഒന്ന് നോക്കിക്കോളൂ. ഏറ്റവും മികച്ച നോട്ടിനുള്ള ഒരു അവാർഡ് ഇപ്പോൾ ആ 500 ദിർഹംസിൻ്റെ നോട്ടിന് ലഭിച്ചിരിക്കുകയാണ്. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻ എന്നീ റീജിയനുകളിൽ നടത്തിയ ഒരു മത്സരത്തിലാണ് നമ്മുടെ UAE-യുടെ ഈ പുതിയ 500 ദിർഹംസിൻ്റെ കറൻസിക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടന്ന ഹൈ സെക്യൂരിറ്റി പ്രിന്റിംഗ് കോൺഫറൻസിലാണ് ഇങ്ങനെ ഒരു അവാർഡിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നത്. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് 2025 ഫെബ്രുവരി 20 വെള്ളിയാഴ്ച.